ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ സാബുവിനെ തല്ലി ചതച്ചതും അത് വിക്രമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെന്നും വിഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടും. നീ എന്താ വിഷം ഈ പറയുന്നത്? പോലീസുകാർക്ക് ഇതുവരെ അവനെ കണ്ടെത്താൻ പറ്റിയില്ല. പുറത്തവന്റെ തല കണ്ട അറസ്റ്റ് ഉറപ്പാ. സമയം അവനൊരു പോലീസ് ഓഫീസറെ രാത്രി ആക്രമിക്കാൻ വരെ. ശ്രീജയും പറയും, അതെ, അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. അതിലെ ഒരാൾ ഇരുട്ടടി കൊടുത്തതായിരിക്കും. അതും വിക്രത്തിന്റെ തലയിലായോ? അപ്പോ കമല പറയും, എല്ലാരും കൂടെ മനഃപൂർവ്വം എന്റെ മകന്റെ തലയിൽ കെട്ടിച്ചമക്കിയത്. വിഷം പറയും, എന്നോട് പറഞ്ഞവരോട് ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്, പക്ഷേ അവരുറപ്പായും വിക്രമിന്റെ പേരാ പറയുന്നത്. കമല എപ്പോഴും അതിനെ എതിർക്കാണ്. ആൾക്കാർക്ക് ഇപ്പോ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് വിക്രമിന്റെ തലയിൽ വെക്കാനാണല്ലോ ഇഷ്ടം. വിഷം പറയും, അയാൾക്ക് ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണത്രേ. അറിയില്ല, ആളെ കണ്ടില്ല എന്നല്ലാതെ സാബു ഒരു അക്ഷരം പോലും പറയുന്നില്ല അത്രേ. അതുകൊണ്ടാ വിക്രം തന്നെയാണ് എന്നൊരു സംശയം എനിക്കും തോന്നിയത്. അമ്മയ്ക്കും അതെന്താടാ, മുമ്പ് ഒരുപാട് കേസിൽ പെടുത്തിയിട്ടുണ്ടല്ലോ അയാളെ, പിന്നെ അന്നൊന്നും തോന്നാത്ത പേടി എന്താ ഇന്ന്? ഇതാ ഇൻസ്പെക്ടറും കൂട്ടരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാ, എനിക്ക് ഉറപ്പാ. അല്ല, ഇന്നലെ എന്നെയും നിങ്ങളെയൊക്കെ പോലീസ് അങ്ങോട്ട് വിളിപ്പിച്ചത് അവൻ അറിഞ്ഞിട്ടുണ്ടാവോ? അപ്പോ വിഷൻ ചോദിക്കും, അത് ആരറിയിക്കാനാ? അപ്പൊ നന്ദിനി അറിയും, അത് പിന്നെ ഞാൻ വേദയോട് പറഞ്ഞായിരുന്നു. അല്ല, വേറൊന്നുമല്ല, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവളുടെ അച്ഛനോട് ഇടപെടാൻ പറയാൻ വേണ്ടി വിളിച്ചത്. ശ്രീജ പറയും, അതിന് വിക്രം എവിടെയാണെന്ന് വേദയ്ക്ക് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ? മാഷ് എന്തോ ആലോചിക്കും. വിഷൻ ചോദിക്കും, അങ്ങനെ സാധ്യത ഉണ്ടാവും അച്ഛാ? അപ്പൊ മാഷ് പറയും, അറിയില്ല. ഇനി അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ തിരിച്ചു കയറാൻ നിൽക്കുന്ന ആ ചളിക്കുണ്ടിലേക്ക് അവൻ വീണ്ടും വീഴുന്നത് പോലെയാകും അത്. അമ്മ എപ്പോഴും പറയട്ടോ, ഇത്ര ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മാഷെ. കമലമ്മ വീണ്ടും വീണ്ടും അത് അവനാവില്ല എന്ന് പറയും. മാഷും പറയും, അതെ, അത് അവനാവില്ല. നമ്മുടെ മൂക്കിൻ തുമ്പില് ഒളിക്കാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ ഒന്ന് കാണില്ലേ? അത് മറ്റാരോ ചെയ്തതാ എന്ന് പറഞ്ഞു മാഷ് അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കോള് വരാട്ടോ. അങ്ങനെ കുറച്ചു സമയം സംസാരിച്ചിട്ട് ആ കോള് കട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് സുധ വരും. അപ്പൊ സുധയോട് പറയും, ആ ഇൻസ്പെക്ടർ സാബുവിനെ ആരോ ഇടിച്ച് പഞ്ഞിക്കിട്ടെന്നേ. ആൾക്കാർ ചേർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്തോ അപകടമാണെന്നാ കരുതിയത്, പക്ഷേ പരിശോധിച്ച ഡോക്ടേഴ്സ് പറയുന്നത് ആരോ പണിതതാണെന്നാ. എഴുന്നേറ്റ് നിന്ന് ഇനി ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ടെന്ന്. സുധയ്ക്കും അതാരാ കേട്ടപ്പോ അത് നമ്മുടെ വിക്രമാണ് ചെയ്തതെന്നൊരു തോന്നൽ. അച്ഛനെയും ചേട്ടന്മാരെയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതിന് മറുപടി കൊടുത്തതാണോ എന്നൊരു സംശയം. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ശ്രീനിവാസൻ പറയും, അവൻ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് സുധ. ഏത് നിമിഷം വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം എന്നുള്ള നിലയില് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ വേദയുടെ റൂമിൽ ഇരുന്ന് കഞ്ഞി കുടിക്കാട്ടോ. അപ്പൊ വേദ വന്നിട്ട് വയ്ക്കും, സഹായിക്കണോ? കാരണം ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നത്. അപ്പൊ വിക്രം പറയും, വേണ്ട, ഇതും ഒരു പ്രാക്ടീസ് ആണല്ലോ. വേദ പറയും, അതെ, വലത് കൈ ആരെങ്കിലും തല്ലി ഇടിച്ചാ അത് പിന്നെ ഇടത് കൈ കൊണ്ട് വേണമല്ലോ. എന്ത് എന്ന് നോക്കുമ്പോ വേദ പറയും, അതിനുള്ള സാധ്യതയുണ്ടല്ലോ. വിക്രം പറയും, ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ, ഇനി നടക്കാതെ ഞാൻ നോക്കിക്കോളാം. വേദ പറയും, ആ, കോൺഫിഡൻസ് അങ്ങ് പീക്ക് ലെവലിലാണല്ലോ. വിക്രം പറയും, അതെ, അക്കാര്യത്തിൽ കോൺഫിഡൻസ് തന്നെയാ. പിന്നെ നിന്നെ ചേട്ടനെ പോലുള്ള നാറികളെ ഉറങ്ങിക്കിടക്കുമ്പോ വെട്ടി മാറ്റിയ അത് പ്രശ്നമാവും. വേദ പറയും, ആരെങ്കിലും അടുത്ത് വരുമ്പോ ബസറടിക്കുന്ന ഒരു സെൻസർ ഫിറ്റ് ചെയ്താൽ മതി. ഓ, എന്നെ ഉപദേശിക്കാൻ വരുന്ന ആളാ. ചെളി അടിക്കാൻ തുടങ്ങിയാലേ ഇങ്ങനെ നാറിയെന്ന് ചെളിയായിരിക്കും അടിക്കുക. അങ്ങനെ കഞ്ഞി കുടിക്കുമ്പോ വേദ ഇങ്ങനെ നോക്കും. വിക്രം ചോദിക്കും, അല്ല, ഈ കഞ്ഞിക്ക് എങ്ങനെ എടുത്തോണ്ട് വരുന്നു? അവരാരും കാണുന്നില്ലേ? വേദ പറയും, ഇവിടെ വെച്ച് ഉണ്ടാക്കാന്നാ കരുതിയത്, പക്ഷേ അമ്മ താഴെ ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോയ തക്കം നോക്കി ഇങ്ങോട്ട് എടുത്തു. റിസ്ക് ആണെങ്കിലും ഒരു രസമൊക്കെ ഉണ്ടല്ലേ? വിക്രം പറയും, നിനക്ക് രസമായിരിക്കും, പക്ഷെ ഇത്രയും വലിയൊരു തടവ് ശിക്ഷയായിരിക്കും എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വേദ പറയും, ചില തടവ് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ളതാണെങ്കിലോ നല്ലതല്ലേ? വിക്രത്തിന് ഓർമ്മയുണ്ടോ വിക്രത്തിന്റെ അച്ഛൻ നമ്മൾ അകത്തുണ്ടെന്ന് അറിയാതെ പൂട്ടിയിട്ട് പോയ ദിവസം? വിക്രം ചിരിച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. അവരിങ്ങനെ തല്ലുകൂടിയതും മുകളിലേക്ക് പോകുമ്പോ രണ്ടും കൂടെ മറിഞ്ഞു കിട്ടി വീണതൊക്കെ ആലോചിച്ചിരിക്കുമ്പോ വേദ പറയും, വിക്രം ഇപ്പോ ആ ദിവസമല്ലേ ആലോചിച്ചത്? വിക്രം ആന്ന് പറഞ്ഞ് ചിരിക്കും. വേദ പറയും, ഞാനും ആ ദിവസത്തെ കുറിച്ച് ആലോചിച്ചത്. അതുപോലെ കുറച്ചു നാൾ കഴിയുമ്പോ ഈ ദിവസങ്ങളെ കുറിച്ച് ഓർക്കാന്നേ. ഈ സമയം പെട്ടെന്ന് വേദയുടെ റൂമിന്റെ പുറത്ത് ശങ്കരൻ വരട്ടോ. എന്നിട്ട് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. വല്ലതും കേട്ടോന്നൊന്നും അറിയില്ല. ഇത് കേൾക്കുമ്പോ തന്നെ വേദയും വിക്രമും ആകെ പേടിക്കും. വിക്രമിന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റണില്ല. പിന്നെ ഒരു വിധം എഴുന്നേറ്റിട്ട് വിക്രം വേഗം വാഷ്റൂമിലേക്ക് പോട്ടോ. അങ്ങനെ വാഷ്റൂമിലാണ് വിക്രമിനെ ഒളിപ്പിക്കുന്നത്. വേദ വേഗം കഞ്ഞിയൊക്കെ എടുത്തിട്ട് ആ കട്ടിലിനടിയിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കതക് തുറക്കുന്നത്. വേദ പേടിച്ചിട്ടുണ്ട്. ശങ്കരൻ നേരെ റൂമിലേക്ക് കയറും. അച്ഛനെന്താ ഇവിടെ? എനിക്കെന്താ, ഇങ്ങോട്ട് വരാൻ പാടില്ലേ? വേദ പറയും, അതല്ല, സാധാരണ പതിവില്ലല്ലോ. ശങ്കരൻ പറയും, സാധാരണ സംഭവിക്കാത്തതല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദയ്ക്കും എന്ത്? അതൊക്കെ വിക്രം കേൾക്കുന്നുണ്ട്. ശങ്കരൻ പറയും, നീ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അസാധാരണമല്ലേ? വേദ പറയും, അതായിരുന്നോ? ആ,
അങ്ങനെ അസാധാരണമായ തീരുമാനം എടുക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, നീയായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നീ ശ്രീകാര്യ ശ്രീനിവാസന്റെ കേസുമായി കോടതിയിലേക്ക് പോയപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചു. നീ പ്രൊഫഷൻ ഉപേക്ഷിച്ചില്ലല്ലോ മുന്നേ. പക്ഷെ ഈ ഇടയായിട്ട് നീ എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. എന്തു പറ്റി നിനക്ക്? വേദറി ഒന്നുമില്ല അച്ഛാ. ശങ്കരൻ പറയും, എന്തോ ഉണ്ട്. അല്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊന്നും നീ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ലല്ലോ. പിന്നെ ഞാനിപ്പോ വന്നത് നിന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാനാ. നീ ജോലിക്ക് പോണം, പ്രൊഫഷണലില് കോൺസെൻട്രേഷൻ ചെയ്യണം. വേദ പറയും, ഞാൻ പോയിക്കോളാച്ചാ. വരുണിന്റെ കൊലപാതകവും അതില് വിക്രമിനുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ചൊക്കെ കേട്ട് ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. ശങ്കരൻ പറയും, അത് വിക്രം ചെയ്യില്ല എന്ന് നീ വാദിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടു. വേദ പറയും, എന്റെ മനസ്സ് പറയുന്ന അങ്ങനെയാണ്. ശങ്കരൻ പറയും, നിന്റെ മനസ്സ് പറയുന്ന പോലെ അവൻ പ്രവർത്തിക്കാത്തത് കൊണ്ടാണല്ലോ നീ 1 വർഷം കഴിഞ്ഞപ്പോ അവിടെ വിട്ടിറങ്ങിയത്. ഒരു കാര്യം ഉറപ്പാ, ഒരു പൊട്ടൻഷ്യൽ ക്രിമിനൽ ആണ് അവൻ. എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. ഇതൊക്കെ വിക്രം കേൾക്കുമ്പോൾ വിക്രമിന് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. വേദയ്ക്കും വിഷമാവുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഓഫീസിൽ പോയി തുടങ്ങ് എന്ന് പറഞ്ഞ് പോകാൻ തിരിയുമ്പോഴായിരിക്കും പെട്ടെന്ന് കട്ടിലിന്റെ സൈഡിലായിട്ട് ആ കഞ്ഞി വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോ ഇതെന്താ ഇവിടെ? അതുവിനെ ഞാൻ കഞ്ഞി കുടിക്കായിരുന്നു. വാതിലിലെ തട്ട് കേട്ടപ്പോ അത് അവിടെ വെച്ചിട്ട് വന്നതാ. ശങ്കരൻ പറയും, ഭക്ഷണം പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഴിക്കാൻ പറ്റില്ലെന്നായോ നിനക്ക്? ശരി എന്ന് പറഞ്ഞ് ശങ്കരൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ വേദ വേഗം ആ ഡോർ ലോക്ക് ചെയ്ത് ഒന്ന് സമാധാനത്തിൽ നിൽക്കണേ, ഒരു നെടുവീർപ്പിട്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസ് വണ്ടി ശ്രീകാര്യ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വരാട്ടോ. എന്തോ ലെറ്റർ ഉണ്ട് കയ്യില്. ശ്രീനിവാസനില്ലേ വീട്ടില്? ഉണ്ടല്ലോ എന്ന് സുധ പറഞ്ഞിട്ട് ശ്രീനിയേട്ടാ എന്നിങ്ങനെ ഒരുപാട് തവണ വിളിക്കുമ്പോ ശ്രീകാര്യ ശ്രീനിവാസൻ അങ്ങോട്ട് വരികയാണ്. എന്താ സേ സാറേ, അകത്തേക്ക് വരൂ. അങ്ങനെ അവര് കയറിയകത്ത് വരുമ്പോ എന്താ പതിവില്ലാതെ അങ്ങനെ ഒരു ലെറ്റർ കൊടുക്കും. ശ്രീകാര്യം ശ്രീനിവാസൻ അത് വായിച്ച് ചിരിക്കുകയാണേ. എസ് ഐ പറയും, വാറന്റ് ആണ്, ആ മാർക്കറ്റ് ലഹള കോടതി ഉത്തരവ്. ഇത് കേൾക്കുന്നതും ശ്രീകാര്യ ശ്രീനിവാസൻ ചിരിക്കൂട്ടോ. സുധയ്ക്കും അറസ്റ്റോ? അതെ സുധേ, കോടതി ഉത്തരവല്ലേ, നടക്കട്ടെ. ഇലക്ഷന് മുന്നേ ഇത് വേണമെന്നായിരിക്കല്ലേ? നടക്കട്ടെ. പിന്നെ സുധേ, ആ രാമകൃഷ്ണൻ വക്കീലിനെ വിളിച്ച് വിവരം പറ. പോവാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യ ശ്രീനിവാസൻ അവരോടൊപ്പം പോവാണ്. അപ്പോഴേക്കും പാർട്ടി അംഗങ്ങൾ അവിടെ ഉണ്ട്. അവരൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങാം. സുധ ആകെ പേടിച്ചിട്ടുണ്ട്. വേഗം അകത്തേക്ക് കയറി പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് അനിയൻകുട്ടൻ ഇങ്ങനെ അവിടെ കിടക്കണേ. രാജേട്ടൻ എന്തോ റേഡിയോ ശരിയാക്കിയാണേ. അപ്പൊ ജോസഫും ഫുഡായിട്ട് വരികയാണേ. എന്താ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ രാജേട്ടൻ പറയും, ഇതൊരു പഴയ റേഡിയോ. ജോസഫ് പറയും, ഇയാളിപ്പോ മെക്കാനിക്സ് വിട്ടിട്ട് ഇലക്ട്രോണിക്സ് ആയോ? രാജേട്ടൻ എന്താ പറ്റാത്തത് എന്ന് പറയുമ്പോഴേക്കും ആ റേഡിയോ ശരിയാവും. അല്ല, നിന്നെ ആ വാസവന്റെ ആൾക്കാർ കണ്ടോ? ജോസഫ് പറയും, കണ്ടാൽ എന്താ, അങ്ങനെയല്ല, ഇനി ഇലക്ഷൻ കഴിയുന്നത് വരെ അവരൊന്നിനും വരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ രാജേട്ടൻ പറയും, എനിക്ക് തോന്നുന്നത് നാളെ മുതൽ വർക്ക്ഷോപ്പിൽ പോവാന്നാ. ഇപ്പൊ സജീവ് മാത്രമേ അവിടെ ഉള്ളൂ. അവൻ പോവാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണേ. ജോസഫ് പറയും, ആര് പറഞ്ഞോ? ആ ശ്രീനി സാറെ വരെ അവർ അറസ്റ്റ് ചെയ്തു. എല്ലാരും ഞെട്ടും. എപ്പോ? ജോസഫ് പറയും, അല്പം മുമ്പ്. മാർക്കറ്റ് ലഹള കേസില്ലേ, അതിന്. ഇലക്ഷൻ കഴിയുന്നത് വരെ? അപ്പൊ ജോസഫ് പറയും, അങ്ങനെ തന്നെയാണ് ശ്രീനി സാറും കരുതിയത്. ഇനി ഇലക്ഷനിൽ ജയിക്കുന്ന കാര്യം കഷ്ടാണ്. ആ പയ്യനെ കൊന്ന കേസ് വിക്രമിന്റെ തലയിലായതുകൊണ്ട് ഒന്നാമത്തെ ക്ഷീണമായിരുന്നു. ഇപ്പതാ വീണ്ടും. ഇലക്ഷൻ ജയിക്കുന്നതും തോൽക്കുന്നതും അവിടെ നിൽക്കട്ടെ, വിക്രമിന്റെ കാര്യത്തിൽ എന്താവുന്ന എന്റെ പേടി. രാജേട്ടൻ പറയും, ഇത്രയും ദിവസം വിക്രമിനെ ബലമായി തടഞ്ഞു വെക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ സാബുവിനെ പഞ്ഞിക്കിടാൻ അവൻ വരുമായിരുന്നോ? എനിക്ക് തോന്നുന്നത് നമുക്ക് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത രീതിയില് അവൻ നമുക്കിടയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാ. ഒരു പെർഫെക്റ്റ് ടൈം നോക്കി പുറത്തിറങ്ങാൻ. അല്ലേടെ ജോസഫേ? ജോസഫ് അപ്പൊ മറ്റേതൊക്കെ ആലോചിക്കും. ആ അതെ അതെ, നിങ്ങൾ വന്നേ, നമുക്ക് കഴിക്കാം. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഇഷിത വേദയുടെ വീട്ടിലേക്ക് വരിക കേട്ടോ. കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ പത്മാണ് ഡോറ് വന്ന് തുറക്കുന്നത്. പത്മത്തിന് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ഇഷിത പറയും, അമ്മയ്ക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ വേദയുടെ ഫ്രണ്ടാ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ പേര് ഇഷിത. ആ, ഓർമ്മ വന്നു. മോളെ വാ എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിക്കാട്ടോ. ആ, ഇടയ്ക്ക് മോൻ പറയുന്നത് കേട്ടു, മോൻ്റെ ഏതോ ബിസിനസ് ഫ്രണ്ട് കല്യാണം കഴിച്ചത് വേദയുടെ ഫ്രണ്ടിനെയാണെന്നൊക്കെ. ആ അതെ, മഹേഷ്. മോളിപ്പോ ഡോക്ടറല്ലേ? അതെ, പീഡിയാട്രിഷ്യനാ. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ സംസാരിക്കും. ഞാനേ വേദയെ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഒരു സർപ്രൈസ് കൊടുക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ വന്നത്. അപ്പോഴേക്കും ദീപ്തിയും അങ്ങോട്ട് വിളിക്കും. ദീപ്തിയും വന്ന് ഇങ്ങനെ സംസാരിക്കാട്ടോ. മോളെ വേദയുടെ റൂം കാണിച്ചു കൊടുക്കേ. അപ്പൊ ഇഷിത പറയും, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ആ പഴയ റൂം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോകും. ശേഷം ഇഷിതയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മ ദീപ്തിയോട് പറയണേ. ഈ കുട്ടിയുടെ ആദ്യത്തെ ഒരു വിവാഹം മുടങ്ങിയതാണേ. പെട്ടെന്ന് തലകറങ്ങി വീണു. അവിടെ വെച്ച് കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹം മുടങ്ങി. ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഏതോ ഫ്രണ്ട് ബിസിനസ്മാനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ദീപ്തി പറയും, ആളറിയില്ലെങ്കിലും കാര്യമൊക്കെ അറിയാല്ലേ, അത് പിന്നെ അങ്ങനെയല്ലേ,
ഓർമ്മയില്ലെങ്കിലും വിവരങ്ങളൊക്കെ നമ്മൾ അറിയണ്ടല്ലോ. ഞാൻ എന്തായാലും ജ്യൂസ് എടുക്കാം, മോള് കൊണ്ടുപോയി കൊടുക്ക്. അങ്ങനെ ശേഷം ഇഷിത വേദയുടെ റൂമിലെത്തണേ. ദീപ്തിയെ കൂടെ പറഞ്ഞയക്കാൻ നോക്കിയത് അമ്മ ഒഴിവാക്കിയൊരു വിധം. വിക്രമിനെ നോക്കി ചിരിക്കും. ശേഷം കൊണ്ടുവന്ന കവർ കൊടുക്കണേ. ഇതിൽ അത്യാവശ്യം മെഡിസിൻ ഒക്കെ ഉണ്ട്, എടുത്തു വെച്ചോ. ഈ വീടിനുള്ളിൽ വിക്രത്തെ ഇങ്ങനെ താമസിപ്പിക്കാനുള്ള നിന്റെ ധൈര്യെ സമ്മതിക്കണം. വേദ പറയും, ഇത് ധൈര്യമല്ല, ഒരു തരം പ്രതികാരം. വിക്രമിനെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോ ഞാൻ കാണിക്കുന്നൊരു പ്രതികാരം. ശ്രീയേട്ടന്റെ മൂക്കിന് കീഴെ തന്നെ വിക്രമിനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുള്ള വാശി. പിന്നെ ഇതിലും സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ഇല്ലല്ലോ. ഇഷിത പറയും, അത് ശരിയാണേ. ആ മുറി ഇങ്ങ് കാണിക്കേ, ഇപ്പൊ തന്നെ ഡ്രസ് ചെയ്തേക്കാം. അങ്ങനെ ഇഷിത ഇപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കാട്ടോ. ഇതേ സമയം പത്മം താഴെ ജ്യൂസൊക്കെ എടുത്ത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ദീപ്തിയോട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോഴേക്കും ഇവിടെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞോ, ഇനി ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താൽ മതി. അതിനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. മുറിവ് ഉണങ്ങുന്നത് വരെ നനയ്ക്കരുത് കേട്ടോ. വിക്രം പറയും, കുളിക്കാതിരിക്കുന്നതാ കഷ്ടം. എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വെച്ചിട്ടാവാട്ടോ, വെള്ളം നനയാതിരിക്കണം, അത്രേ ഉള്ളൂ. ശ്രീകാര്യ ശ്രീനിവാസൻ ആളുടെ കേസ് വാദിക്കുന്നത് വേദയാണല്ലേ? വേദ പറയും, അതെ. ആ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടാവും ഉറപ്പാ, ചിലപ്പോ അതിന് ജാമ്യം കിട്ടും. ഇഷിത പറയും, കേസിൽ വിക്രത്തിന്റെ പേര് കണ്ടല്ലോ. വേദ പറയും, അത് പറഞ്ഞാ വിക്രമിന് ചിലപ്പോ ടെൻഷനാവും. വിക്രം പറയും, എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയൊന്നും ഇല്ല കേട്ടോ. അതങ്ങോട്ട് നല്ല ശബ്ദത്തിലാ പറയണത്. ഇത് പുറത്ത് നിൽക്കുന്ന ദീപ്തി കേൾക്കുക. ദീപ്തി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെയാണ് ആ ഭാഗം കഴിയുന്നത് കേട്ടോ. അതിനുശേഷമുള്ള മറ്റൊരു ഭാഗത്തില് ദീപ്തി പോയി കഴിഞ്ഞാലേ വേദ വിക്രമിനെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് ഫുഡേ.